ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു ഈസി മാത്സ് ഓൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മകളെ, ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ ഒരു ചാനലിലെ വീഡിയോ വീണ്ടും ഇടാൻ തോന്നുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമായിട്ടും വേണം. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കൊണ്ട് +1 മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ പോവുകയാണ്. അതൊരു സ്പെഷ്യൽ, ഓരോ ദിവസവും 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പ്ലാന്. സോ അതിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു പണിയില്ല, താഴെക്കാവുന്ന ലിങ്കിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. പിന്നെ ഒരു ഉപകാരം നിങ്ങൾ ചെയ്യണം, എല്ലാ +1 കുട്ടികൾക്കും ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കണം. നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെയും ഈ വാട്സപ്പ് ചാനലിൻ്റെയും ലിങ്ക് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കണം. അത് മാത്രം ചെയ്താൽ മതി. സോ ഞാൻ മൈക്ക് ഇട്ടിട്ടുണ്ടോ നോക്കാം. മൈക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ നേരെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. കോംപ്ലക്സ് നമ്പേഴ്സാണ്. അപ്പോൾ ഇത് ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം വരുന്ന കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ വർക്ക് നമ്മൾ വാട്സപ്പിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. മക്കളെ, നിങ്ങൾക്കറിയാം, ഇപ്പോൾ x² - 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്. എക്സിന് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ കിട്ടും. ഏതാണ് ആ സൊല്യൂഷൻ? x² = 1 ആണ്. x √1 അഥവാ +or-1 ആണ്. സംശയമൊന്നുമില്ലല്ലോ, നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 കൊടുത്താൽ നമുക്ക് x² - 1 ഉത്തരം കിട്ടും. -1 കൊടുത്താലും ഉത്തരം കിട്ടും. x² - 1 = 0. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ സൊല്യൂഷനാണ് ഞാനിവിടെ എഴുതിയത്. എന്നാൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഇങ്ങനെ കൊടുത്താലോ, x² + 1 = 0. അതായത് x² = -1, x √-1 അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ -b ± √b² - 4ac/2a എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ അവിടെ സൊല്യൂഷൻ ഇല്ല, അഥവാ പരിഹാരമില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ റിയൽ നമ്പേഴ്സിൽ അതിനൊരു സൊല്യൂഷൻ ഇല്ല. നമ്മൾ എക്സിന് ഒരു വാല്യൂ കൊടുത്താലും ഉത്തരം എന്ത് കിട്ടില്ല? √-1 കിട്ടില്ല. അത്തരം കേസുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ √-1നെ i എന്ന് വിളിച്ചുകൊണ്ട് ഒരു ഇമാജിനറി നമ്പർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ √-1 എന്ന് പറഞ്ഞാൽ i ആണ്. i എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പറാണ്. ഈ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞത് ഒരു ഇമാജിനറി നമ്പറാണ്, നമ്മൾ സങ്കല്പിക്കുന്ന ഒരു നമ്പറാണ്. ഇപ്പോൾ 1, 2, 3 നമ്മൾ സാധാരണ നമ്പറാണ്, എണ്ണൽ സംഖ്യകളാണ്, നാച്ചുറൽ നമ്പർ. അതേപോലെ റിയൽ നമ്പറൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ ശരിക്കും അത് നമ്പറിലൊന്നും രേഖപ്പെടുത്താൻ പറ്റില്ല. അത് നമ്മളൊരു ഇമാജിൻ ചെയ്യുന്ന നമ്പറായിട്ടാണ് വരുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പേഴ്സ് കേട്ടോ. അപ്പോൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരുന്ന നമ്പേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സാണ്. മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിലേക്ക്, ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിലേക്ക് കിടക്കുകയാണ്. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കിട്ടാൻ ഈ ചാനലിൻ്റെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അടിച്ച് പൊളിക്കണം, +1 നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണം. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ, ഒരു കോംപ്ലക്സ് നമ്പറിനെ എപ്പോഴും അത് ഏത് ഫോർമാറ്റിലേക്ക് എഴുതി വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. a+ib ഫോർമാറ്റിലായിരിക്കും ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ 3 എന്ന് പറയുന്ന ഒരു നമ്പർ, ആ നമ്പർ എങ്ങനെ ഉണ്ടാവുക? 3 + 0i എന്നാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിലേക്ക് വരുന്ന സമയത്ത് 3 എന്ന് പറയുന്ന നമ്പറിനെ എഴുതുക. ഈ കാണുന്ന പൊസിഷനിൽ 3 എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്, റിയൽ പാർട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ. ഈ എഴുതുന്നത് ഇമാജിനറി പാർട്ടാണ്, ഇമാജിനറി പാർട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിന് 2 പാർട്ട് ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ പാർട്ട് റിയൽ പാർട്ടും രണ്ടാമത്തെ പാർട്ട് ഇമാജിനറി പാർട്ടും. അപ്പോൾ 3 എന്ന് പറയുന്ന ഒരു നമ്പർ, അതിൻ്റെ റിയൽ പാർട്ട് 3 ആണ്. ഇവിടെ ഇമാജിനറി പാർട്ട് ഇല്ല ശരിക്കും, അതുകൊണ്ടാണ് 0 എന്ന്. 0i എന്ന് പറഞ്ഞാൽ 0. ഇനി ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് z = a+ib ആണ്. എങ്ങനെയാണ്? z = a+ib. ഇപ്പോൾ എല്ലാ റിയൽ നമ്പറിനെയും നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറാക്കി എഴുതാൻ പറ്റും, ഏത് നമ്പർ എടുക്കാനും. ഇപ്പോൾ 1/2 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു. 1/2 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 + 0i ആണ്. ഇവിടുത്തെ റിയൽ പാർട്ട്, റിയൽ നമ്പറിൻ്റെ പാർട്ട് എത്രയാണ്? 1/2 ആണ്. ഇമാജിനറി പാർട്ട് 0 ആണ്. ഇനി ഒരു കോംപ്ലക്സ് നമ്പർ തന്നെ എടുക്കാം. z = 3 + 4i. ഈ കാണുന്ന പൊസിഷനിൽ ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 3ഉം, ഫസ്റ്റ് ടോപ്പിക് നമ്മളതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് റിയൽ പാർട്ട് എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് z = 3ഉം ഇമാജിനറി പാർട്ട് ഓഫ് z = 4ഉമാണ്. തെറ്റിക്കരുത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ ഏത് രീതിയിലാണ് ജനറലി ഡിനോട്ട് ചെയ്യാനുള്ളത്? z = a+ib ഫോർമാറ്റിലാണ്. അതിൽ a എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് z ഉം
ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റും. ഇതാണ് കോംപ്ലക്സ് നമ്പറിൽ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇത് ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. യെസ്, ഒരു ക്വസ്റ്റ്യൻ. ഈ കാണുന്നതിന് നിങ്ങൾ റിയൽ പാർട്ട് ഓഫ് സെറ്റ് ആയിട്ടും ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് ആയിട്ടും നിങ്ങൾ കണ്ടുപിടിക്കണം. ഒരു ക്വസ്റ്റ്യൻ. ആദ്യം 3 × 7 21 പ്ലസ് 3 × 7i 21i. ഇതൊരു വട്ടം പരീക്ഷ ചോദിച്ചതാണ്. പ്ലസ് 7 × i 7i പ്ലസ് i × 7i സമം 7i². ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് എല്ലാവരും ശ്രദ്ധിക്കണേ. രണ്ട് ഭാഗത്തൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കിയേ. രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? റൂട്ടിൻ്റെ ഉള്ളിൽ -1 ആണ്. രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്തു സമം i². സോ i² എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, i² എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ആകെ പഠിക്കാൻ പോകുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ഒരു നമ്പറിൻ്റെ ഒരു ഫോർമാറ്റാണ്. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരുന്ന നമ്പേഴ്സിനെയൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോംപ്ലക്സ് നമ്പർ യൂസ് ചെയ്യുന്നത്. അപ്പം റൂട്ട് -1 എന്ന് പറഞ്ഞാൽ അത് i ആണ്. റൂട്ട് -1 എന്ന് പറഞ്ഞാൽ അത് i ആണ്. സോ i² എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. അപ്പോൾ 2 പോയിന്റ് കിട്ടി കേട്ടോ. റൂട്ട് -1 എന്ന് പറഞ്ഞാൽ i ആണ്. -1 എന്ന് പറഞ്ഞാൽ i² ആണ്. ഓക്കെ, ഇതിൻ്റെ ബാക്കി കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. ഇനി നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ പൊതുവെ ഡിനോട്ട് ചെയ്യുന്നത് z = a + ib ഫോർമാറ്റിലാണ്. അതിൽ a എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് സെറ്റും b എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റും. സോ 3 + 4i ആണെങ്കിൽ റിയൽ പാർട്ട് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി z = 3 - 2i ആണെങ്കിലോ റിയൽ പാർട്ട് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ 3, ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ -2. ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ പഠിപ്പിക്കുന്നത്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുകയാണ്. ഇതിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഒരു ജനറൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമുക്ക് കണ്ടെത്തണം. അപ്പോൾ സാധാരണ പോലെ ഞാൻ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 21 പ്ലസ് 21iയും 7iയും 28i. മക്കളെ ശ്രദ്ധിക്കുക. പ്ലസ് 7 × i² എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ 7 × -1. സോ 21 - 7 പ്ലസ് 28i. അപ്പോൾ എന്ത് കിട്ടുന്നു? 21 4 കുറച്ചാൽ 14 പ്ലസ് 28i. എങ്കിൽ ഈ കാണുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് ഓഫ് സെറ്റ് എത്ര, ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് എത്ര എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഈ കാണുന്ന വീഡിയോയുടെ ഫീഡ്ബാക്ക് കൂടി പറയുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വാട്സപ്പ് ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുന്ന പ്രതീക്ഷയോടുകൂടി ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒറ്റ റിക്വസ്റ്റാണ്, എല്ലാ +1 കുട്ടികൾക്കും ഈ ഒരു ചാനൽ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ബൈ.